ഹലോ ഗൈസ്, അനിമൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1140 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം 500 സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് സമയം കളയുന്നില്ല, നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇനി ആ താക്കോൽ നിങ്ങളുടെ നിന്ന് മോഷ്ടിക്കേണ്ട ആവശ്യം എന്താ, അതെനിക്ക് തന്നേക്കാൻ ലൂഫി ഗബാൻ പറയുന്നുണ്ട്. യാസാൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് റോഡ് ഗബാനോട് ചോദിക്കുന്നു. ഗബാൻ ആണെങ്കിൽ ആ താക്കോല് കൈ പിടിച്ചോണ്ട് ലൂഫിയോട് ചോദിക്കുകയാണേ, അപ്പൊ ഇത് എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ നിനക്ക് ഉദ്ദേശമില്ല എന്ന്. അപ്പൊ ആകെ കലിപ്പിളകിയ ലൂഫി എടോ കിളവാന്ന് വിളിച്ചുകൊണ്ട് റോഡിന്റെ കയ്യിൽ നിന്ന് നേരെ ഗബാന്റെ അടുത്തോട്ട് ചാടുന്നുണ്ട്. അപ്പൊ നാമി ഇങ്ങനെ ലൂഫി എന്ന് വിളിക്കുന്നു. അപ്പൊ സോറോ ആണെങ്കിൽ കോളോൺ അവന്റെ അച്ഛനെ പറ്റി പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് എന്റെ അച്ഛൻ പണ്ടൊരു പൈറേറ്റ് ആയിരുന്നു, എൽബാഫിലുള്ള വാരിയേഴ്സിന് പോലും അയാളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ലൂഫി ആണെങ്കിൽ ഗബാന്റെ അടുത്തേക്ക് കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകുന്നു. ഗബാൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ലൂഫി ആണെങ്കിൽ വീണ്ടും ശ്രമിക്കുന്നുണ്ട് ആ താക്കോൽ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഗബാൻ അതിൽ നിന്നല്ല ഇങ്ങനെ നൈസായിട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലൂഫി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താടോ, എനിക്ക് പെട്ടെന്ന് ഈ താക്കോലും എടുത്തുകൊണ്ട് ലോക്കിയുടെ അടുത്തോട്ട് പോകാനുള്ളതാണ്, എന്നിട്ട് അവനെ അഴിച്ചു വിട്ടിട്ട് പെട്ടെന്ന് പാർട്ടി നടക്കുന്നിടത്തോട്ട് തിരിച്ചു പോകണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അപ്പൊ ഗബാൻ പറയുന്ന, അങ്ങനെയാണെങ്കിൽ വാടാ വന്ന് മോഷ്ടിക്ക്, എന്നാ പിന്നെ അങ്ങനെ ആവട്ടടോ എന്ന് പറഞ്ഞ് ലൂഫി കൈ നേരെ സ്ട്രെച്ച് ചെയ്യുന്നു. പക്ഷെ ഗബാൻ നേരെ ആ താക്കോലോട് ജമ്പ് ചെയ്യുകയാണ്. ആ താക്കോലിലാണെങ്കിൽ ഹാക്കി കോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൂഫി ആണെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ താക്കോല് വെച്ചിട്ട് ഗബാൻ ഇങ്ങനെ ചാടി ആ ലൂഫി നിന്നിടത്തോട്ടൊരു മാരക അടി അടിക്കുന്നുണ്ട്. തറയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. യാസാൻ വെയിറ്റ് ചെയ്യൂന്ന് റോഡ് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. നാമി ആണെങ്കിൽ ഈ കണ്ടതിന്റെ ഷോക്കിൽ ലൂഫി ഇങ്ങനെ ഉറക്ക വിളിക്കുന്നുണ്ട്. ലൂഫി ആണെങ്കിൽ ഇപ്പോഴാ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കട്ടകളുടെ അടിയിൽ നിന്ന് പൊങ്ങി വരുന്നത് നമുക്ക് കാണാം. ലൂഫിക്ക് ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. നിന്റെ ആ സ്ട്രോ ഹാറ്റ് കൊള്ളാമല്ലോ എന്ന് ഗബാൻ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു. നിന്റെ തലയിൽ ഇപ്പൊ ഇരിക്കുന്ന ആ ഹെൽമെറ്റിനെക്കാളിലും നിനക്ക് ചേരുന്ന ആ സ്ട്രോ ഹാറ്റ് ആണെന്ന് ഗബാൻ പറയുന്നുണ്ട്. അപ്പൊ ലൂഫി പറയുന്നു, അതെനിക്കറിയാം, ഇതെന്നെ ഷാങ്ക്സ് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു നിധിയാണ്. ഇപ്പൊ നിങ്ങൾ കാര്യം പറഞ്ഞോട്ടിരിക്കാതെ ആ താക്കോലിങ് തരാൻ. എന്നിട്ട് ലൂഫി ആണെങ്കിൽ ആ ഗമ് ഗാറ്റ്ലിങ് ചെയ്യുന്ന പോലെ കൈ ഇങ്ങനെ നീട്ടി പല വഴിക്കുന്ന താക്കോല് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഗബാൻ നൈസിന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗബാൻ അപ്പൊ ഈ ലൂഫിയോട് പറയുന്നുണ്ട്, അയ്യേ അപ്പൊ നിന്നെ ഈ സ്ട്രോ ഹാറ്റ് അവൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണോ, അപ്പൊ സ്വന്തമായിട്ട് തന്നല്ല? ഓ, ഈ ഷാങ്ക്സ് എന്തൊരു എച്ചിയാണ്. അപ്പൊ ഇത് കേട്ടത് ലൂഫിക്ക് കുറച്ചുകൂടെ പൊളിഞ്ഞു. ലൂഫി പറയുന്നുണ്ട്, എടോ കിഴങ്ങ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല, താൻ വെറുതെ ഷാങ്ക്സിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന്. അപ്പൊ ഗബാൻ ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചിട്ട് ആ താക്കോല് നേരെ ഇപ്പൊ ലൂഫിയുടെ വായിലേക്ക് കുത്തി അങ്ങ് കയറ്റുന്നുണ്ട്. ലൂഫിയുടെ തല ഇപ്പൊ ഇങ്ങനെ താക്കോൽ ഷേപ്പിൽ സ്ക്വയർ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ആ താക്കോല് വായിലോട്ട് എറിഞ്ഞു കയറ്റിയ ഫോഴ്സിൽ ലൂഫി തെറിച്ചു പോയി ആ കട്ടയുടെ ഇടയ്ക്കോട്ട് വീഴുന്നുണ്ട്. അപ്പൊ ഈ സമയം കൊണ്ട് ഗബാൻ അടുത്ത അറ്റാക്കിന് തയ്യാറെടുക്കുകയാണ്. രണ്ട് കയ്യിലും രണ്ട് കോടാലിയൊക്കെ വെച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോറോ ഇങ്ങനെ നോക്കുന്നുണ്ട്, കോടാലികളോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. ഗബാൻ ആണെങ്കിൽ ആ രണ്ട് കയ്യിലും ഇങ്ങനെ കോടാലിയൊക്കെ പിടിച്ചോണ്ട് യാസോ ടക്കേരു എന്ന് പറഞ്ഞുകൊണ്ട് ആ കോടാലി ലൂഫിയുടെ നേരെ എറിയാനായിട്ട് ഇങ്ങനെ പോവാണ്. യാസോ ടക്കേരു എന്ന് പറയുമ്പോൾ കരുത്തരായ പോരാളികളുടെ ഒരു പട എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ലൂഫി ഇങ്ങനെ തല പൊക്കി നോക്കുമ്പോഴത്തേക്ക് ഗബാൻ ആ കോടാലിയും കൊണ്ട് വെട്ടാൻ വേണ്ടിയിട്ട് വരികയാണ്. ഉടനെ ലൂഫി മാറിക്കോ എന്ന് സോറോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ലൂഫി ആണെങ്കിൽ തലനാരിഴയ്ക്ക് ആ അറ്റാക്കിൽ നിന്ന് ചാടി മാറുന്നുണ്ട്. സോറോ ആണെങ്കിൽ ആ 3 വാളും വെച്ചിട്ട് ആ അറ്റാക്ക് പകുതിയോളം ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ഗബാന്റെ അറ്റാക്കിന്റെ പവറിൽ ആ ഓറസ്റ്റ് കൊട്ടാരത്തിന്റെ ഒരു ടവർ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും സോറോ ആ അറ്റാക്ക് തടുക്കാൻ വേണ്ടിയിട്ട് വന്നത് ഗബാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഗബാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇവൻ എന്തായാലും നല്ല കിടിലിനൊരു ക്രൂവിനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. റോഡും നാമിയൊക്കെ ഈ ഇൻസിഡൻസ് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഗിയർ 5 ഫോമിലോട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. സോറോ ആണെങ്കിൽ ആ 3 വാളും പിടിച്ചോണ്ട് നേരെ അവർ രണ്ടുപേരൂടെ ഗബാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ലൂഫിയുടെ ആ ഹെൽമെറ്റും ഫുള്ള് വൈറ്റ് കളറായി ഗൈസ്. ഇപ്പൊ കണ്ടില്ലേ, ആ ഹെൽമെറ്റിലെ ആ 2 കൊമ്പ് കറക്റ്റ് ഇപ്പൊ ലൂഫിയുടെ ആ ഒരു തലയിലെ കൊമ്പ് പോലെ ഇങ്ങനെ നല്ലൊരു കിടലിന് ഇമേജ് ആണ്. അപ്പൊ ആ ഗിയർ 5 ഫോം ഇങ്ങനെ കണ്ടിട്ട് ഗബാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, ഇതാണ് അപ്പൊ ഇവന്റെ ആ വൈറ്റ് കളറിലുള്ള അപ്പിയറൻസ് അല്ലേ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ സോറോ ലൂഫി നേരെ ഗബാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്. ഗബാൻ ഉടൻ തന്നെ പറയുന്നു, ഞാൻ സറണ്ടറായി, ഞാൻ നിർത്തി, സുല്ലിട്ടു എന്ന് പറയുന്നു. അപ്പൊ ലൂഫി സോറോ ഇങ്ങനെ സ്പീഡ് വരികയല്ലായിരുന്നു. അപ്പൊ ഈ ഗബാൻ സുല്ലിട്ട് നിർത്തിയപ്പോഴത്തേക്ക് അവർ ഈ അറ്റാക്ക് വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് തിരിഞ്ഞ് അവിടുത്തെ കല്ലും എല്ലാം ഇടിച്ചു പൊളിച്ചോണ്ട് അപ്പുറത്തോട്ട് അങ്ങ് പോയി. താനെന്താടോ കുഞ്ഞു കളിക്കുകയാണോ എന്ന് സോറോ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു. അടങ്ങടാ പിള്ളേരെ, ഇതൊക്കെ എന്റെ ഒരു തമാശയല്ലേ എന്ന് ഗബാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഏത്, ഞങ്ങളെ ആ കോടാലിയും കൊണ്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് വന്നയാണോടോ തന്റെ തമാശ എന്ന് ലൂഫി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചത്തൊന്നും പോയില്ലല്ലോ, പിന്നെന്താ പ്രശ്നമെന്ന് ഗബാനും ചോദിക്കുന്നു. താക്കോൽ അങ്ങ് പിടിച്ചോന്ന് പറഞ്ഞ് ഗബാൻ താക്കോൽ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ ഇപ്പൊ കഥ എന്നിങ്ങനെ ഓർത്ത് ലൂഫി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു. ഇപ്പൊ റോഡാണെങ്കിൽ ഈ നിൽക്കുന്ന യാസാന്റെ യഥാർത്ഥ ഐഡന്റിറ്റി നമ്മുടെ ലൂഫിക്കും ടീമിനും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ നിൽക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ
എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ ഗബാൻ ഇങ്ങനെ പറയുന്നുണ്ട് റോഡെ നിൽക്കുകയെന്ന് ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഗബാൻ ലൂഫിയോടും ടീമിനോടും പറയുന്നുണ്ട്, നിങ്ങൾ എൽബാഫിൽ നിന്ന് പോവാൻ നേരം എൽബാഫ് സേഫ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ എന്നെ ഒന്നുകൂടെ ഒന്ന് വന്ന് കാണാൻ. അപ്പൊ സോറോ പറയുന്നുണ്ട് ഞങ്ങളെന്തിനും തിരിച്ചു വരണം, ഞങ്ങൾക്ക് ഇനി തന്നെ കാണണമെന്നൊന്നും ഇല്ല എന്ന്. അപ്പൊ ലൂഫിയും പറയുന്നു അതെ ഞങ്ങൾക്ക് ഇനി തന്നെ കാണണമെന്നൊന്നും ഇല്ല, പിന്നെ അതേപോലെ തന്നെ താക്കോൽ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ടെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഷാങ്സ് എൽബാഫിൽ ഉണ്ടായിരുന്നപ്പോൾ ഗബാനെ വന്ന് മീറ്റ് ചെയ്ത ഒരു സീൻ ഗബാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഗബാൻ ആണെങ്കിൽ ഷാങ്സിനോട് ചോദിക്കുന്നത്, ഷാങ്സെ നീ വന്ന് പറഞ്ഞു എന്ന് വെച്ച് ഞാൻ ആ ചെറുക്കനെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. ലൂഫിയുടെ കാര്യമാണ്. അപ്പോൾ ഷാങ്സ് ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് എന്നാ നിങ്ങൾക്ക് അപ്പൊ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഇഷ്ടം പോലെ ചെയ്തോളാൻ. ഇപ്പൊ നമ്മളെ കാണിക്കുന്നത് വാൾറസ് സ്കൂളാണ്. അപ്പൊ അവിടെ പിള്ളേരെല്ലാം കൂടെ കിടന്നിങ്ങനെ അഞ്ചയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സെൻസെ സെൻസെ അങ്ങോട്ട് നോക്കിക്കേന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പൊ അഞ്ചയ ആണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം, എന്താ ഇവിടെ ബഹളം എന്നൊക്കെ. അപ്പൊ പിള്ളേരിങ്ങനെ പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കിളി ഇതേണ്ട ആകാശത്തൂടെ പറന്നു പോകുന്നു എന്ന്. അപ്പൊ ആഞ്ചയാണെങ്കിൽ ഇങ്ങനെ മേളിലോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് എവിടെ, ഞാൻ കാണുന്നില്ലല്ലോ എന്ന്. ഇപ്പൊ നമ്മളെ ആ വാൾറസ് സ്കൂളിനടുത്തുള്ള ഒരു സൺവേൾഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ഫോറസ്റ്റിലേക്ക് ഗുങ്കോയും ഷാംറോക്കും കൂടെ ആ ബാൻഡേഡ് കിളിയിൽ വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഷാംറോക്ക് ആണെങ്കിൽ പറയുന്നുണ്ടോ ഇവർക്കപ്പൊ സ്കൂളൊക്കെ ഉണ്ടല്ലേ, അപ്പൊ എന്തായാലും നമ്മുടെ പണി കുറച്ച് എളുപ്പമായി എന്ന്. കാര്യം ഇവിടുത്തെ പിള്ളേരെ പിടിക്കാനാണല്ലോ ഇനി ഇവരുടെ പ്ലാൻ. ഞാൻ എന്തായാലും അവരെ ഇനി സമ്മൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഗുങ്കോ അവിടെ ഇങ്ങനെ ആ സർക്കിൾ സെറ്റ് ചെയ്യാണ്. ഇപ്പൊ ഉടനെ മേളിൽ നിന്ന് ആ കറുത്ത ഇടിമിന്നൽ വരുന്ന നമുക്ക് കാണാം. ഗോഡ്സ് നൈറ്റിൽ നിന്ന് ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ 2 പേര് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ അതിൽ ഒരാൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാം, എനിക്ക് മനസ്സിലായി, എനിക്ക് അങ്ങോട്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്ന്. അതേപോലെ മറ്റേ ആൾ പറയുന്നുണ്ട് നമ്മളിതിപ്പോൾ എവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതേപോലെ അബ്ബൈസിന്റെ കാര്യം എങ്ങനെയാണെന്ന്. അബ്ബൈസ് എന്ന് പറയുന്നത് ആ സമ്മൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സർക്കിളാണ്, അകത്ത് ആ പെൻറ്റഗൺ ഷേപ്പുള്ള. ഇപ്പൊ ആദ്യത്തെ ആളെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റെഡി ആവണം, എനിക്കൊരു 1 മണിക്കൂർ തരാമോ. പിന്നെ മറ്റേ കാര്യം എന്തായി, അതായത് മരി ജോയ്സിലേക്ക് ഫുഡ് എത്തിക്കുന്ന കാര്യം, ഇല്ലെങ്കിൽ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാം പട്ടണിയിലാവും. ഹലോ ഹലോ എന്ന് പറഞ്ഞ അയാൾ ഇങ്ങനെ ഒരു ഡണ്ടൻ മുഷിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എൽബാഫിൽ എത്തിയ കാര്യമൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. പുള്ളി ആ ഒരു കസേരയിൽ സ്വന്തം വീട്ടിലിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു നിക്കറും ഒരു ബെന്യനും ഒക്കെ ഇട്ട് ഇങ്ങനെ ഡണ്ടൻ മുഷിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്ഷൻ കട്ടായി പോയി. ഇപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ പേര് കാണാൻ നമുക്ക് സെയിന്റ് സോമേഴ്സ് എന്നാണ് പേര്. ഹോളി നൈറ്റ് ഗാർഡ് ആണ്, ഷെപ്പേർഡ് ഫാമിലി എന്നുള്ള ആളാണ്. ഈ ഷെപ്പേർഡ് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ 5 എൽഡേഴ്സിലെ ജൂപ്പിറ്ററിന്റെ ഫാമിലി. ഇപ്പൊ രണ്ടാമത്തെ ഗോഡ്സ് നൈറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ആളൊരു മൃഗം മനുഷ്യൻ അങ്ങനെ ഒരു ഹൈബ്രിഡ് ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തലയിലാണെങ്കിൽ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പോലെ ഒരു ഹെൽമെറ്റും പിന്നെ ശ്വസിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്യാസ് മാസ്കും ഒക്കെ വെച്ചിട്ടുണ്ട്. കയ്യിലൊരു ശൂലം കൈൻഡ് ഓഫ് ഒരു ആയുധമൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ പുള്ളി വെൽ ഡ്രസ്ഡ് ഒക്കെയാണ്. അതേപോലെ പുള്ളിയുടെ ആ ഒരു സോൺ ഡെവിൾ ഫ്രൂട്ടിന്റെ ഒരു പവേഴ്സ് ഒക്കെ അവേക്കൻ ആയതാണ്. നമുക്ക് ആ ഒരു ക്ലൗഡ്സ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മാനിന്റെ അതേപോലെ തന്നെ ഡ്രാഗണിന്റെ ഒക്കെ കൂടെ ഒരു ക്രോസ് പോലെ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു മിത്തിക്കൽ ക്രീച്ചർ ഉണ്ട്, കിരിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു രൂപമാണ് ഇയാൾക്കുള്ളത്. അപ്പൊ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് നാശം പിടിക്കാൻ ഞാൻ എന്തായാലും ലേറ്റ് ആവും, ഒന്നാമതെ ഞാൻ നല്ല ഉറക്കച്ചടവില്ല നിൽക്കുന്നേ, ശരിക്കും ഇപ്പൊ ഇനി ഞാൻ എങ്ങോട്ടായിരുന്നു പോകേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇയാള് ലിമോഷിഫ് ഫാമിലി എന്നുള്ള ഒരു ഹോളി നൈറ്റ് ഗാർഡ് ആണ്, സെയിന്റ് ഗില്ലിംഗ്ഹാം. അപ്പൊ ഇവന്മാർ രണ്ടും ഇപ്പോഴും എൽബാഫിലാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. സോമേഴ്സ് വീട്ടിലിരിക്കുകയാണെന്നാണ് വിചാരിച്ചേക്കുന്നത്. അയാള് ഗുങ്കോയോട് ചോദിക്കുന്നുണ്ട് ഗുങ്കോ നീ എന്താ എന്റെ വീട്ടിലേക്ക് വന്നത്, ഷാംറോക്കും കൂടെ ഉണ്ടല്ലോ, എന്താ പ്രത്യേകിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സോമേഴ്സ് ആണെങ്കിൽ കുട്ടിനിക്കർ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് നാണിച്ച് ഗുങ്കോ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ എൽബാഫിലാണുള്ളതെന്ന് അറിയുമ്പോഴത്തേക്ക് ഈ സോമേഴ്സും ഗില്ലിംഗ്ഹാമും അങ്ങ് ഞെട്ടുന്നുണ്ട്. ഞങ്ങൾ എൽബാഫിലാണെന്നോ എന്നിങ്ങനെ അവർ ചോദിക്കുന്നുണ്ട്. ഞാനിരുന്ന കസേര അടക്കം നിങ്ങൾ സമ്മൺ ചെയ്ത് കൊണ്ടുവന്നല്ലോ, ഇത് കൊള്ളാവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോമേഴ്സ് അവിടെ നിന്ന് പാൻറ് കയറ്റി ഇടുന്നുണ്ട്. ഗില്ലിംഗ്ഹാം അപ്പൊ അവിടെ നിന്ന് പറയുന്നുണ്ടോ ഇതാണല്ലേ അപ്പൊ ലാൻഡ് ഓഫ് ജയൻസ്, ഇതൊരു വലിയ സ്ഥലമാണല്ലോ എന്ന്. ഷാംറോക്ക് ചോദിക്കുന്നുണ്ട് ഒരാളെ മതിയായിരുന്നല്ലോ എന്തിനാ 2 പേരെ സമ്മൺ ചെയ്തതെന്ന്. അപ്പൊ ഗില്ലിംഗ്ഹാം പറയുന്നുണ്ട് ഷാംറോക്ക് തിരിച്ച് മരി ജോയ്സിലേക്ക് ചെല്ലാൻ മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടെന്ന്. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ഓർഡർ എന്ന് ഷാംറോക്കും ചിന്തിക്കുന്നു. സോമേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് മരി ജോയ്സ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയെ കൂടാണ് പൊക്കോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റിവർക്ക് ശേഷം കാര്യങ്ങളൊക്കെ വല്ലാണ്ട് മാറിയല്ലോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ പ്രസൻസ് മരി ജോയ്സിൽ വളരെ അത്യാവശ്യമാണ് ഷാംറോക്ക് എന്നിങ്ങനെ സോമേഴ്സ് പറയുന്നു. എന്നിട്ട് അയാൾ പറയുന്നുണ്ടാ ഇപ്പോൾ ഇവിടുത്തെ മിഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. ഈ വേൾഡ് ഗവൺമെന്റിന്റെ അണ്ടറിലല്ലാത്ത ഈ എൽബാഫിൽ നമ്മൾ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്? കിങ് ഹരോൾഡിനെ അടക്കിയ സ്ഥലം കാണാനാണോ നമ്മൾ ഇവിടം വരെ മെനക്കെട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഷാംറോക്ക് പ്ലാൻ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോമേഴ്സ് ഇങ്ങനെ നിന്ന് പറയുന്നു മനസ്സിലായി, നമ്മളപ്പോൾ ഈ ജയന്റ് പിള്ളേരെ ഇവിടുന്ന് കടത്തി മരി ജോയ്സിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ ഇവന്മാർ ജയൻസ് ആയതുകൊണ്ട് തന്നെ ഇവന്മാർ ചെറിയ ബാഗിലൊന്നും കൊള്ളൂല്ല ഒതുങ്ങൂല്ല എന്ന് പറയുന്നുണ്ട് സോമേഴ്സ്. ഇവർ 4 പേരും കൂടെ ആ സണ്ടർലം ഫോറസ്റ്റിലെ ഒരു മരത്തിന്റെ മുകളിൽ നിന്നിട്ട് ഈ വാൾറസ് സ്കൂളിലെ പിള്ളേരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗില്ലിംഗ്ഹാം
ആണ് പറയുന്നത് അവർക്ക് ആ മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ നമുക്ക് ഈ അബ്ബേസ് വഴി ഈ സമ്മണിങ് സർക്കിൾ വഴി കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ നമുക്ക് കപ്പൽ മാർഗം കൊണ്ടുപോകാനേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഗൈസ്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന മാർക്ക് അത് ബോഡിയിലെ ഒരു മാർക്ക് ആയിരിക്കാം ഈ നൈറ്റ്സിന്റെ. അതായത് ഈ സെയിന്റ് സോമേഴ്സ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾ ഒരു ബനിയം മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നല്ലോ. അപ്പൊ പുള്ളിയുടെ ആ ഒരു കയ്യിൽ ഒരു ടാറ്റു ലൈക്ക് ഒരു മാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു മാർക്ക് അടയാളം ദേഹത്തുണ്ടെങ്കിലേ ഈ സമ്മണിങ് സർക്കിൾ വഴി യാത്ര ചെയ്യാൻ പറ്റൂ. ഓടയുടെ ആ ഒരു ഡീറ്റെയിലിംഗ് വെച്ചിട്ട് പരിപാടി ഇതാവാനേ വഴിയുള്ളൂ. ഇപ്പൊ നോക്കിയാൽ ലാസ്റ്റിൽ ഷാംറോക്ക് പറയുന്നുണ്ട് നമ്മളുടെ ഒരുമിച്ചുള്ള ആ ഒരു പവേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്തുകൊണ്ട് ഇതൊരു ഗെയിം ആക്കി മാറ്റിക്കൂടാ, അതായത് ഈ പിള്ളേരെ ഇവിടുന്ന് അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്കൊരു ഗെയിം ആക്കി മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മറ്റേ ഗോഡ് വാലിയിൽ ചെയ്ത പോലെ. തന്തയുടെ മോൻ തന്നെടേ. അപ്പൊ എന്തായാലും അവിടെ വെച്ച് ചാപ്റ്റർ 1140 അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ബ്രേക്ക് ഇല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ ശരി, ഓക്കെ, ബൈ.